ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൊമേഴ്സ് സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൊമേഴ്സിൽ നമ്മൾ +2 കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെ +2 കൊമേഴ്സ് ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ചില ബേസിക് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലേ? അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അത് ചിലപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ, ഇക്കണോമിക് ഒക്കെ ഏത് ഓറിയൻറ്റഡ് ആയാലും പൊളിറ്റിക്കൽ ആയാലും നമ്മുടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി എടുത്താൽ പോലും അതിലൊരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? ഇതൊന്നും ഓർഗനൈസേഷനൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമ്മളെ ഹോമിൽ നമ്മളെ വീട്ടിൽ നമ്മളൊരു മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മളെ വീട്ടിൽ ഒരു മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കൂ, അല്ലേ? ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ, കാര്യങ്ങളൊക്കെ നടക്കുക. വീട്ടിൽ നമ്മളെ പാരൻസ് ആയിരിക്കാം, അല്ലേ, മാനേജ് ചെയ്യുന്നത്, പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും, അല്ലേ? ചില വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലെ ചില ഡ്യൂട്ടീസ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഇതൊക്കെ അലോക്കേഷൻ ഓഫ് ഡ്യൂട്ടീസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും, അല്ലേ, ഡ്യൂട്ടീസ്. അപ്പോൾ ഓരോ ദിവസമുള്ള ഡ്യൂട്ടീസ് വളരെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ വീടും നല്ല ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് പോകും, നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അവിടെ എന്തും നടക്കുന്നുണ്ട്, മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താ പറയുക, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? മാനേജ്മെൻറ്റ് ഏത് ഓർഗനൈസേഷൻ എടുത്താലും അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു മാനേജ്മെൻറ്റ് വേണം. അപ്പം മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ റിസോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മുതൽ, റിസോഴ്സ് നമ്മൾ അക്വയർ ചെയ്യുന്നത് മുതൽ, അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തി അതിൻ്റെ സെയിൽ നടത്തി എന്നുള്ള ടു സെറ്റ് കാര്യങ്ങളുടെ ഇടയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഈ ഒരു പ്രോസസ്സ് നടത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് ഇതിനിടയിൽ നടന്നു പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യുക, ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്ത് ഇതിനെയൊക്കെ നല്ല രീതിയിൽ നടത്തിയെടുക്കുക, കോർഡിനേറ്റ് ചെയ്ത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും നമ്മളെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ അതിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൽ നമ്മൾ നോർമലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതിന് നമ്മൾ പറയുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഇതിനെയാണ് നമ്മൾ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻസിനൊക്കെ നമ്മളിവിടെ വരുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇതിനെ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കും. ഓക്കെ, നമ്മുടെ മൊത്തം സിലബസിൽ വരുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിൻ്റെ ഓരോരോ ഫങ്ഷൻസും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യലി എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ദാറ്റ് അസിസ്റ്റ് ഇൻ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, എന്താണ് പറയുന്നത്? ഞാനിപ്പം പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവിടെ റിസോഴ്സസ് നമ്മൾ അക്വയർ ചെയ്യണം. ആ റിസോഴ്സസ് വളരെ എഫക്റ്റീവായിട്ട്, അല്ലേ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തി വളരെ കൃത്യമായിട്ട്, സ്കേഴ്സ് റിസോഴ്സസ് ആണ്, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലേ? പറഞ്ഞ ടൈമിൽ വളരെ ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തോ കൊള്ളട്ടെ, എന്തായാലും അത് ചെയ്യാൻ വേണ്ടി അതിനെ അസിസ്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Management is an art of getting things done through other utilizing scarce resources beneficially for the organization. Okay? പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ പറയാം. മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അച്ചീവ് ഗോൾസ് ബോത്ത് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതിപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രോസസ്സ്, അല്ലേ, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഏത് രീതിയിലായിരിക്കണം നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്? എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ്ലി ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ. എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, അല്ലേ? എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടാണ്, അല്ലേ? ഒരു കോയിൻ്റെ പോലെയാണ്, കോയിൻ്റെ രണ്ട് പാർട്ട് പോലെയാണ്. മാനേജ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. അപ്പം ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. രണ്ടും ബാലൻസ് ചെയ്ത് പോയാലാണ്
മാനേജ്മെന്റിന് കൃത്യമായിട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണ് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താ എഫക്റ്റീവ്നെസ് എന്താണെന്ന് നോക്കാം. എഫക്റ്റീവ്നെസ് ഈസ് കൺസേൺ വിത്ത് ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിങ് ദ ഫൈനൽ ഗോൾസ്. അല്ലെ, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. എങ്ങനെ? വിത്തിൻ ദ ടൈം, നമ്മൾ പറഞ്ഞ ടൈമിൽ, വിത്തിൻ ദ ടൈം ലിമിറ്റിൽ. നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാനിങ് നടത്തുന്ന സമയത്ത് ഇത്ര ടൈമിൽ ഇത്ര പ്രൊഡക്ഷൻ നടത്തുന്നൊക്കെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യും, അല്ലെ, ഇങ്ങനെ നടത്തണമെന്ന് സെറ്റ് ചെയ്യും. അപ്പം ആ ടൈമിൽ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതിനെയാണ് ടൈം ബൗണ്ടി വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അത് എഫക്റ്റീവ്നെസ്സോടുകൂടി ചെയ്തതാണെന്ന് പറയാം നമുക്ക്, അല്ലെ. ഫൈനൽ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നു, അല്ലെ, വളരെ കൃത്യമായിട്ട് കംപ്ലീറ്റിങ് എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നു വിത്തിൻ ദ ടൈമിൽ. ഇതിനെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ദിസ് ഈസ് അബൌട്ട് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി ആൻഡ് വിത്ത് മിനിമം കോസ്റ്റ്, അല്ലേ. അപ്പം മിനിമം കോസ്റ്റും കൂടി അവിടെ നോക്കുന്നുണ്ട്. നമ്മൾ വിത്തിൻ ദ ടൈമിൽ എങ്ങനെയാണ് ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുന്നു വിത്ത് മിനിമം കോസ്റ്റ്. അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴാണ് അതിന് എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം, അല്ലെ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടി നോക്കും, നമ്മളെ പ്രൊഡക്ഷൻ എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വിത്തിൻ ദ ടൈമിൽ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടാതെ ഈ ഹൈ കോസ്റ്റ് ഒക്കെ വരും. നമുക്ക് വിത്തിൻ ദ ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ എന്താവും? കോസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റൂല, കോസ്റ്റ് ചിലപ്പോൾ ഹൈ ആയിരിക്കും. അങ്ങനെയല്ല, അത് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ആ നമുക്കില്ല സ്കേഴ്സ് റിസോഴ്സസ് കുറഞ്ഞ റേറ്റിലല്ലേ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോഴാണ് അതിന് എഫിഷ്യൻസി എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയെന്ന് വെച്ചാൽ, ഞാനൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരികയാണ്. അത് 1 വീക്ക് ടൈം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1 വീക്ക് ടൈം സ്റ്റുഡൻസിന് ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ടൈം ബൗണ്ടിൽ എന്തൊക്കെയാണോ ചെയ്യാൻ വേണ്ടി തന്നെ, ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ലെവൽസിനെ കുറിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ടൈമിൽ അതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. അത് എഫക്റ്റീവ്നെസ് ആണ്. അതായത് നിങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്തു, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്തു. ഇനി അതിൽ എഫിഷ്യൻസി എങ്ങനെയാണ് വരുന്നത്? അത് നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് എല്ലാവരും ഒരുപോലെ ആയിരിക്കുമല്ലോ, ഓരോരാളും ഓരോ രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, പക്ഷേ എന്നാലും നമുക്ക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, അതിനെയാണ് എഫിഷ്യൻസി. നമ്മൾ അതായത് അധികം കോസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഒരുപാട് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, നമ്മളെ വർക്ക് കാണാനല്ലോ, പ്രസൻറ്റേഷൻ വളരെ നല്ല രീതിയിൽ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസ്, അതായത് ഒന്നും കൂടി ഞാൻ പറയാം. എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അച്ചീവിങ് ദ എൻഡ് റിസൾട്ട്. നമ്മൾ എൻഡ് റിസൾട്ട് ഫൈനൽ ഗോൾ എന്താണോ അതിലേക്ക് എത്തുന്നതിനാണ് അവർ മെയിനായിട്ട്, അതിലാണ് എഫക്റ്റീവ്നെസ് ഫോക്കസ് ചെയ്യുന്നത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ടാണ് അതിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എഫിഷ്യൻസി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് എഫക്റ്റീവ്നെസ്സിൻ്റെ ഒബ്ജക്റ്റീവ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, നോട്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ഓൺ ടൈമിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, എഫക്റ്റീവ്നെസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസിൻ്റെ എന്തായിരിക്കും? കംപ്ലീറ്റിംഗ് ദ ടാസ്ക് വിത്തിൻ ദ മിനിമം റിസോഴ്സസ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താണ്? ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ടും ഇതിൽ വരുന്നത്, അല്ലേ. എഫക്റ്റീവ്നെസ്സിൻ്റെയും എഫിഷ്യൻസിൻ്റെയും ഡിഫറൻസ് ഇതാണ്. അപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ? അപ്പം നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റിൽ ഇത് രണ്ടും ആവശ്യമാണെന്ന് പറഞ്ഞല്ലേ. ഇതിന് രണ്ടിൻ്റെ ബാലൻസ് ഇവിടെ അത്യാവശ്യമാണ്, അല്ലേ, ക്രൂഷ്യലാണ്. അപ്പോൾ എഫിഷ്യൻസിയും വേണം നമുക്ക്, എഫക്റ്റീവ്നെസ്സും വേണം. ഓക്കെ, അപ്പോൾ അത് ഫെയിലിയർ ആണ്, മാനേജ്മെന്റ് ഫെയിലിയർ ആണ് നമ്മൾ എങ്ങനെയാന്ന് പറയാ? ബോത്ത് മാനേജ്മെന്റ് എങ്ങനെയുള്ളതായിരിക്കും? ഇൻഎഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ്. ഇൻഎഫിഷ്യൻറ്റും എഫക്റ്റീവും ആണെങ്കിൽ എന്തായിരിക്കും? മാനേജ്മെന്റ് ഫെയിലിയറായി മാറും. സോ അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്ന നല്ല എഫക്റ്റീവ് മാനേജ്മെന്റും നല്ല എഫിഷ്യൻസിയും രണ്ടും മാനേജ്മെന്റിന് ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം.
അടുത്ത ടോപ്പിക്കിന് മുമ്പ് നമ്മൾ ഡെഫിനിഷൻസ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻസ് തന്നെയാണ് കേട്ടോ. അതിൽ ഒന്നോ രണ്ടോ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കൂൺസിൻ്റെ മാത്രം ഒന്ന് വായിക്കാം. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് designing and maintaining an environment in which individuals working together in groups efficiently accomplish selected aims. അതെന്താ ഇവിടെ പറയുന്നത്? സിമ്പിൾ ആയ കാര്യമാണ് അല്ലേ. കൂൺസ് എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് ഈ പ്രോസസ്സിൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഡിസൈനിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ്. എന്ത് പ്രോസസ്സാണ്? ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെന്റ് അല്ലേ. എങ്ങനെയുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്? അവിടെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, എല്ലാവരും ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓരോ ഇൻഡിവിജ്വൽസ് ഇവിടെ ഗ്രൂപ്പായിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? എഫിഷ്യൻ്റ്ലി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതാണ് കൂൺസിൻ്റെ ഡെഫിനേഷൻ. ഇതുപോലെ റോബർട്ടിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് രണ്ടെണ്ണമെങ്കിലും പറ്റുന്നത് പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് നമ്മളൊക്കെ എസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഡെഫിനിഷൻസ് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഒന്നോ രണ്ടോ മൂന്നെണ്ണം പറ്റുമെങ്കിൽ മൂന്നെണ്ണം പഠിച്ചു നോക്കുക. മിനിമം രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം അല്ലെ. മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ് അല്ലേ. അത് പറഞ്ഞു. നമ്മൾ ഏത് ഓർഗനൈസേഷനും എന്തായിരിക്കും? എവറി ഓർഗനൈസേഷൻ ഹാസ് എൻ ഗോൾ ടു അച്ചീവ് അല്ലെ. എല്ലാ ഓർഗനൈസേഷനും ഒരു ബേസിക് ഗോൾ ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ഗോൾ വെച്ചിട്ടായിരിക്കും നമ്മൾ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത്. മാനേജ്മെന്റ് നടക്കുന്നത് ആ ഒരു ഗോളിനെ ബേസ് ചെയ്തായിരിക്കും അല്ലെ. അപ്പം മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? എല്ലാവരുടെ എഫേർട്ടും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഒരു ജയിലിന്റെ ഓർഗനൈസേഷൻ, വലിയ വലിയ ഓർഗനൈസേഷനിലൊക്കെ ഓരോന്നിനും ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ ഇവരെയൊക്കെ എഫേർട്ട് യുണൈറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മളെ കോമൺ ഗോളിലേക്ക് എത്തിക്കാനാണ് മാനേജ്മെന്റ് നോക്കുന്നത് അല്ലെ. മാനേജ്മെന്റിന്റെ ജോലി അതാണല്ലേ. അപ്പൊ എന്താണ് പറഞ്ഞത്? മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്സ്. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞതുപോലെ ഏത് ഏരിയാസ് എടുത്താലും നമ്മൾ വെദർ എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഇക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഈവൻ നമ്മൾ പറഞ്ഞൊരു ഹോമിൽ പോലും, നമ്മളെ ഹൗസിൽ പോലും മാനേജ്മെന്റ് ആവശ്യമാണ് അല്ലേ. ഒരു ചെറിയൊരു സ്കൂൾ, ഇവിടെ ഇപ്പം നമ്മളൊരു കോളേജോ സ്കൂളിൽ പഠിക്കുന്നെങ്കിലും അവിടെയും മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഏരിയാസിലും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ബിയോണ്ട് കൺട്രി ആണെങ്കിലും ഡിഫറെന്റ് കൺട്രീസിലാണെങ്കിലും എന്താണെന്ന് പറയുന്നത്? അവിടെയും മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. സെയിം മാനേജ്മെന്റ് നമ്മളെ കൾച്ചറും നമ്മുടെ നേച്ചറും ഇതൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലായിടത്തും ബേസിക് ആയിട്ട് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷനൽ ആണ് അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മൾട്ടി ഡയമെൻഷനലാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മാനേജ്മെന്റിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ മാനേജ്മെന്റിനെ 3 ഡയമെൻഷനായിട്ട് നമുക്ക് തരംതിരിക്കാം. 3 ഡയമെൻഷനായിട്ട് നമ്മളിവിടെ തരംതിരിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. അങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം അല്ലേ. മൾട്ടി ഡയമെൻഷൻ ആണ്, ഒരുപാട് ഡയമെൻഷൻ ഉണ്ട്. അതിൽ 3 ഡയമെൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്. മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഓർഗനൈസേഷനും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോൾ ഉണ്ടാവും, ഒരു വർക്ക് ഉണ്ടാവും പെർഫോം ചെയ്യാൻ വേണ്ടി. ഒരു പെർട്ടിക്കുലർ വർക്ക്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, സർവീസ് ആണെങ്കിൽ സർവീസ്, എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമുക്കൊരു ഓർഗനൈസേഷനിൽ ഒരു വർക്ക് ഉണ്ടാവും. അപ്പോൾ മാനേജ്മെന്റിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ വർക്കിനെ നമ്മൾ ഒരു ഗോളാക്കി മാറ്റും അല്ലേ. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗോളാക്കി മാറ്റും. ഈ വർക്കിനെ നമ്മളൊരു ഗോളായിട്ട് വിചാരിക്കും. ഗോള് അച്ചീവ് ചെയ്യാൻ ആവശ്യമായ പ്ലാനിങ്, ബജറ്റിങ്, ഇങ്ങനെയുള്ള അല്ലേ
റെസ്പോൺസിബിലിറ്റീസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെ, ലേബർ ഓഫ് ഡിവിഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ പലതും ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പ്ലാനിങ് നടത്തുന്നതിന് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ വർക്കിനൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്, അല്ലെ. ഒരു ഗോളിനെ നമ്മൾ എന്താക്കി പ്ലാനിങ് ഉണ്ടാക്കി അതിന്റെ ബഡ്ജറ്റിംഗ് എത്ര വരും, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, അല്ലെ. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ്, അല്ലെ. നമ്മൾ ബിസിനസ്സിൽ ഇൻഡിവിജ്വൽസിനെ ആൾക്കാരെ എന്താണ് പറയുക, ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ടാണ് പറയുക. നമ്മളെ ഒരു ഇമ്പോർട്ടൻറ്റ് അസറ്റാണ്, ബിസിനസിന്റെ അസറ്റാണ് എന്തെന്ന്, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് സ്ഥലത്ത് നിന്നും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആൾക്കാർ, പല ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യും, ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് ഉണ്ടാവും, അല്ലെ. പല ആൾക്കാരുണ്ട്, പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഗോൾ എന്ത്, ഇൻഡിവിജ്വൽസിന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ മാറ്റി നിർത്തി അവരെന്ത് ചെയ്യുക, നമ്മളെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, അവരെ പ്രാപ്തരാക്കണം, അവർക്ക് സ്ട്രെങ്ത് കൊടുക്കണം, അല്ലെ. ഓർഗനൈസേഷണൽ ഗോൾ അവരെ കോമൺ ഗോളിലേക്ക്, എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എന്ത് വേണം, ഡയറക്റ്റ് ചെയ്യണം, അല്ലെ. അവരെ ഓർഗനൈസേഷൻ ഗോൾ എന്നില്ല, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് അവരെ ലീഡ് ചെയ്യണം, അവരെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തണം, ആര്, മാനേജ്മെന്റ്. അപ്പൊ ഇതാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ ഡയമെൻഷൻ ആണ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് എന്താണ്? ഓപ്പറേഷൻസ്, ഒരു ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത്. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ, ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ അതിലെന്താണ്, അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻസ്. അതാണ്, അതായത് അതിപ്പോൾ സർവീസ് ആയാലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലേ, ആ ഒരു ഓപ്പറേഷൻ, അതിൻ്റെ റിസോഴ്സസ് കളക്ട് ചെയ്യുന്നത് മുതൽ റിസോഴ്സസ്, പ്രോസസ്സ്, അതിനൊരു ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്, ഇതാണ് ഒരു ബിസിനസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണത്, അല്ലേ. അപ്പൊ ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലേ. അതിന്റെ ഇൻപുട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യണം, അല്ലെ, അതിന്റെ മെഷീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മളെ ടെക്നോളജി, ഇതിന് ആവശ്യമായ ടെക്നോളജി എന്തൊക്കെയാണ്, അല്ലെ, അതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടതും മാനേജ്മെന്റിന്റെ കടമയാണ്, അല്ലെ. അപ്പോൾ ഈ മൂന്നാമത്തെ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ടിയിട്ടാണ് ഈ മാനേജ്മെന്റ് ഓഫ് വർക്കും മാനേജ്മെന്റ് ഓഫ് പീപ്പിളും ആവശ്യം. അപ്പോൾ ഇത് മൂന്ന് ഇന്റർ റിലേറ്റഡ് ആണ്, അല്ലേ. ഈ മൂന്നും ഇന്റർ റിലേറ്റഡ് ആണ്, മൂന്ന് പോയിന്റ്സും. ഓക്കെ. അടുത്ത നാലാമത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. യെസ്, ഓഫ് കോഴ്സ്. അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ, നമ്മൾ പറഞ്ഞു ഒരു ഗോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആ ഗോള് നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ് എ ടൈമിൽ ഈ ഫങ്ഷൻസ് ഒക്കെ ഒന്നിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കാരണം നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ ആ ഓരോ ഡ്യൂട്ടീസും ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ അലോക്കേറ്റ് ഒക്കെ ചെയ്ത് എല്ലാ വർക്ക്സും സൈമിൾട്ടേനിയസ്ലി ഒന്നിച്ച് നടക്കുന്നുണ്ടാവും, അല്ലെ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഫൈനൽ നമുക്കൊരു റിസൾട്ട് കിട്ടി, പിന്നെയും നമ്മളത് റിവ്യൂ ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാനേജ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ. അങ്ങനെയാണ് മാനേജ്മെന്റിനൊക്കെ ഗ്രോത്ത് ഒക്കെ, നമ്മളെ ബിസിനസ്സൊക്കെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെ. ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാനേജർ എന്തിനു ചെയ്യും, എന്താ പറയുന്നത്, ഒരു വശത്ത് മാനേജർ പിന്നെ പ്ലാനിങ്, ഡേ ടു ഡേ പ്ലാനിങ്, ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യുന്നുണ്ടാവും. അനദർ പാർട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു സൈഡിൽ നമ്മൾ എന്താ എംപ്ലോയീസിന്റെ പ്രോബ്ലംസ്, ഇതൊക്കെ ഒന്നിച്ചാണ് ചെയ്യുന്നില്ല, സൈമിൾട്ടേനിയസ്ലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയിട്ട് ഇങ്ങനെ മാനേജ്മെന്റിന് ഒരു സ്റ്റോപ്പ് ഇല്ല, അല്ലെ. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്ന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ. ഇനി അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. ഡൈവേഴ്സ് ഇൻഡിവിജ്വൽസ് ആർ വർക്കിംഗ് ടുഗദർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, അവരെ ടീം വർക്കിലേക്ക് നമ്മൾ ലീഡ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പല ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പല പർപ്പസും നീഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്ത് നമ്മൾ ഓർഗനൈസേഷനുകൾ അച്ചീവ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് ഫംഗ്ഷൻ ആണ് കേട്ടോ. അതെന്താണ് ഡൈനാമിക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ എപ്പോഴും ചേഞ്ചസുമായിട്ട്
അഡാപ്റ്റഡ് ആയിരിക്കണം അല്ലേ? നമ്മുടെ എൻവയോൺമെന്റുമായിട്ടും ചേഞ്ചസ് ഒക്കെ നമ്മൾ എപ്പോഴും അതിന് വീക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലെ? എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളെ എൻവയോൺമെന്റിൽ നടക്കുന്നത്, നമ്മളെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റുപാടില്ലേ? അപ്പൊ ആ ചുറ്റുപാട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നതാണ് ഈ സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. നമ്മുടെ ബിസിനസിന്റെ ഔട്ട്സൈഡിൽ വരുന്ന എൻവയോൺമെന്റ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ എന്ത് മാറ്റങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് നമ്മളെ ബിസിനസ്സിലും കൊണ്ടുവരണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാഗി ഇല്ലേ, മാഗി. ഞാൻ കഴിഞ്ഞ ദിവസം മാഗി വാങ്ങിയപ്പോൾ മുന്നേ ഒക്കെ മാഗി മൈദേന്റെ നോർമൽ മാഗി ആയിട്ടാണ് വരുന്നത്. ഇപ്പം പുതിയൊരായിട്ട് അവർ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ആട്ട നൂഡിൽസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആട്ട നൂഡിൽസ്, അതായത് ഗോതമ്പിന്റെ നൂഡിൽസ്. അതായത് ഇപ്പൊ ജനങ്ങൾക്ക് മൈദ കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ. അപ്പൊ അവര് നമ്മുടെ സമൂഹത്തിലെ ചേഞ്ചസ് ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റിൽ മാറ്റം കൊണ്ടുവന്നു. അതുപോലെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പുറത്ത് നടക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മളെ ബിസിനസ്സിലും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. അപ്പോഴാണ് നമുക്ക് ബിസിനസ്സിൽ ഗോളൊക്കെ, നമ്മളെ അച്ചീവ്മെന്റ് അല്ലെ, സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വണ്, മാനേജ്മെന്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. ഇൻടാഞ്ചിബിൾ ആൻഡ് ടാഞ്ചിബിൾ അല്ലെ? നമുക്കറിയാലോ, ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വി കനോട്ട് സീ ബട്ട് വി കാൻ ഫീൽ ഇറ്റ് അല്ലെ? മാനേജ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മാനേജ്മെന്റ് കനോട്ട് സീ, നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല, ബട്ട് വി കാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ദ മാനേജ്മെന്റ് അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ? അവരെങ്ങനെയാണ് അവരെ ഫംഗ്ഷൻസ് ഒക്കെ, മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഒക്കെ ഓർഗനൈസേഷനിൽ നടക്കുന്നത്, വളരെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്, നമ്മളെ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത ടാർഗറ്റ് ഒക്കെ അവര് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ, അതുപോലെ എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആണോ അല്ലെ? അവരുടെയും കൂടി പ്രയത്നം ഉണ്ടല്ലോ ഇതിൽ അല്ലെ? അപ്പൊ അവരൊക്കെ ഹാപ്പി ആണോ, പിന്നെ എല്ലാം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടും ഓർഡർലി ആയിട്ടാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റ് മെഷർ ചെയ്യാനുള്ള, നമ്മൾ എഫിഷ്യന്റ് ആണോ അല്ല ഇൻഎഫിഷ്യന്റ് ആണോ എന്നൊക്കെ നോക്കാനുള്ള മെഷറിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 7 എണ്ണാണ് മെയിൻ ആയിട്ട് നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണോ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക അല്ലെ? ഡിസൈഡ് റിസൾട്ടിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഡിസൈഡ് റിസൾട്ട് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അച്ചീവ് ത്രൂ ഇറ്റ്സ് ആക്ടിവിറ്റീസ് അല്ലെ? നമ്മളെ ആക്ടിവിറ്റീസിലൂടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളെ ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഓൺ ദ ബേസിസ് ഓഫ് ദ പർപ്പസ് ഓഫ് ദ ബിസിനസ് 3 നമ്മൾ ഒബ്ജക്റ്റീവിനെ മെയിൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണത്? ഒന്ന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, പിന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ 3 ടൈപ്പായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ആണ് ഇതിന്, നമ്മൾ പറഞ്ഞല്ലോ സെറ്റിംഗ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന ആരാണ്? മാനേജ്മെന്റ് ആണ് അല്ലെ? മാനേജ്മെന്റ് ആണ് ടോപ്പ് ലെവൽസ് മാനേജേഴ്സ് ആയിരിക്കും. ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ഇതിന്റെ ഗോൾ സെറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്ത് നമ്മളത് അച്ചീവ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് അല്ലെ, പല ആൾക്കാർക്കും പല രീതിയിൽ, എക്സ്റ്റേണൽ ആൻഡ് എൻവയോൺമെന്റിലെ ആൾക്കാർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഏതൊരു ഓർഗനൈസേഷന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് ആയിരിക്കും കേട്ടോ. എക്കണോമിക് ഒബ്ജക്റ്റീവിൽ വരുന്ന എന്തൊക്കെയാണോ എക്കണോമിക് ഒബ്ജക്റ്റീവിൽ വരുന്നത്, എന്താണ് എക്കണോമിക് ഒബ്ജക്റ്റീവിൽ വരുന്നത് നമ്മൾ താഴെ പറയുന്നുണ്ട്. ഒന്നാമത്തത് സർവൈവൽ എന്ന് പറയുന്നത് എന്താണ്? സർവൈവ് ചെയ്യണമെങ്കിൽ എന്താണ് ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യാന്നുള്ളത്. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാവുന്ന കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. കോസ്റ്റ് മീറ്റ് ചെയ്യാനെങ്കിലും പറ്റണം അല്ലെ? അപ്പോഴാണ് നമുക്ക് സർവൈവൽ ഉണ്ടാവുന്നത്. അല്ല റവന്യൂ കുറവും കോസ്റ്റ് കൂടുതലും ആണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്ത് അവിടെ
എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് സർവൈവൽ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണ് ഇവിടെ വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇത് തന്നെയാണ്. നമുക്ക് ബിസിനസ്സിൽ റവന്യൂ നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യാനേക്കാട്ടി കൂടുതൽ വരുമ്പോഴാണ് അതിനെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് കോസ്റ്റ് കവർ ചെയ്തിട്ട് പിന്നെയും ബാക്കി വരുന്നുണ്ടെങ്കിൽ എമൗണ്ട് ബാക്കി വരുന്നുണ്ട്, നമുക്ക് ഉണ്ടായ കോസ്റ്റ് നമുക്ക് കിട്ടിയ റവന്യൂ അല്ലേ, റവന്യൂ അതിലേക്കാളും കൂടുതലാണെങ്കിൽ എന്തുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. ബാക്കിയൊക്കെ നമ്മളെ പ്രോഫിറ്റ് ആണ്. അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് നമ്മളെ ബിസിനസ്സിന് ആവശ്യമാണ് അല്ലേ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസ്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, റിസ്ക് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി, അല്ലെ റിസ്ക് നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന റിസ്ക് ഒക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആകെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ആ ഒരു ബിസിനസ്സിന് കണ്ടിന്യൂറ്റി കിട്ടും അല്ലെ, കണ്ടിന്യൂറ്റി ലോങ് ടേമിലേക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഫീൽഡിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ലോങ് റണ്ണിലേക്ക് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം, ഗ്രോത്ത് വേണം. എങ്ങനെയാണ് നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുക? ഗ്രോത്ത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ്, നമ്മൾ എന്താണ് അതിന് മനസ്സിലാക്കണം, അതിന്റെ മെഷറിങ് അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ സെയിൽസ് വോളിയൂംസ് ഉണ്ട്, നല്ല രീതിയിൽ നല്ല എംപ്ലോയീസ് ഒക്കെ ആവശ്യത്തിനുണ്ട് അല്ലേ, നമ്മൾ വൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് നല്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാം അല്ലേ. അപ്പൊ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ പറ്റിയിട്ടാന്ന് പറഞ്ഞ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഇതിൽ മെയിൻ ആയിട്ടും നമ്മൾ പറയുന്നത് അവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇക്കണോമിക് ഒബ്ജക്റ്റീവ് ആയിരിക്കും. എക്കണോമിക് ഒബ്ജക്റ്റീവിൽ പ്രധാനമായിട്ടും വരുന്നത് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. അതാണ് ഇതിന്റെ സബ് പോയിന്റ്സ്. അതൊന്ന് ജസ്റ്റ് ഷോർട്ട് നോട്ട് പോലെയായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരുന്നത്, സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളൊരു സൊസൈറ്റിയിലാണല്ലേ, എവരി ഓർഗനൈസേഷനും ഓരോ സൊസൈറ്റിയിലാണുള്ളത്. അപ്പം നമ്മൾ സോഷ്യൽ ഒബ്ലിഗേഷൻസ് അല്ലെ, നമ്മൾ മറ്റുള്ള സമൂഹത്തോടുള്ള കടമ അല്ലെ, നമ്മൾ എപ്പോഴും സമൂഹത്തോട് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം, സമൂഹത്തോടും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം നമ്മൾ നടത്തിക്കൊണ്ട് പോകേണ്ടത് അല്ലേ. അതായത് നമ്മളെ ഓർഗനൈസേഷനിൽ ഇറ്റ് ഷുഡ് ബി ബെനിഫിറ്റ് ഫോർ ദ കമ്മ്യൂണിറ്റി, അതല്ലേ, അതാ പറയുന്നത്. ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി എവറി ഓർഗനൈസേഷൻ ഹാസ് എൻ ഒബ്ലിഗേഷൻ ടു ക്രിയേറ്റ് ബെനിഫിറ്റ് ഫോർ ദ കമ്മ്യൂണിറ്റിക്കും കൂടി ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള ബിസിനസ് വേണം നമ്മൾ എപ്പോഴും, ആ ബിസിനസ്സിന് എപ്പോഴും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിൾ ആയ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ബേസിക് ആയിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ, അതൊരു പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക അല്ലേ. എന്താണ് ചെയ്യേണ്ടത്, യൂസിങ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, പ്രകൃതിക്ക് ഹാനികരമാവാത്ത അല്ലെ, ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്ഷൻസ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന എപ്പോഴും അതിനുള്ള മെത്തേഡും അതിലുള്ള പ്രൊഡക്റ്റും ഒന്നും നമ്മളെ എൻവയോൺമെന്റിന് ഹാനികരമാവുന്നില്ല എന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷന് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ഫാക്ടറി, നമ്മളിവിടെയൊക്കെ പല പ്രശ്നങ്ങളും, അപ്പോൾ പുതിയൊരു ഫാക്ടറി വരുന്നു, അപ്പോൾ ആ ഏരിയയിലുള്ള വളരെ എന്താ ചെയ്യുക, ജോലിയില്ലാത്ത അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള വളരെ അണ്ടർ സെക്ഷനിൽ നമ്മളെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്ക്, അതായത് പോവർട്ടിയിലൊക്കെ ഉള്ള ആളുകൾക്ക് ജോലി കൊടുത്ത് അവരെ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷന്റെ അപ്ലിഫ്റ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ എംപ്ലോയ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഓക്കെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പ്രൊവൈഡിങ് ബേസിക് അമ്യൂണിറ്റീസ് ലൈക്ക് സ്കൂൾസ്, ഹെൽത്ത് കെയർ ഫോർ ദ കമ്മ്യൂണിറ്റി. യെസ്, അപ്പം നമുക്ക് അതിൽ ഭാഗവാക്കാവാം. അതായത് നമുക്ക് സ്കൂളിൽ ബേസിക് ഫെസിലിറ്റി ഒക്കെ നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക അല്ലേ. നമ്മൾ ചില ഓർഗനൈസേഷൻ പറയുന്നില്ലേ, ഒരു ജെയിൻ്റ് ഓർഗനൈസേഷൻ ഒക്കെ ഡൊണേഷൻ കൊടുക്കുന്നു അല്ലെ, സ്കൂളിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിയിലുള്ള
കാര്യങ്ങൾക്ക് റോഡ്സ്, അതുപോലെ സ്കൂൾസ്, നമ്മളെ ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ഒരു ബിസിനസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഓക്കെ, ചില വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ സ്കൂളുകൾ പണിഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കേട്ടോ. അത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ 3 പോയിന്റ് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുക. അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള സെക്ഷന് നമ്മൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ബേസിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുക കമ്മ്യൂണിറ്റിക്ക്. ഓക്കെ, ഇതാണ് 3 പോയിന്റ്, സബ് പോയിന്റ്സ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിന്റെ. ഇനി നമ്മൾ 3ാമത്തെ ഒബ്ജക്റ്റീവിലേക്ക് കടക്കുകയാണ്, പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ഏതെങ്കിലും. ഓക്കെ, പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ എന്തായിരിക്കും? ഇവിടെ എന്താണ് പേഴ്സണൽ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, എംപ്ലോയീസിന്റെ അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ട്. അവർ ഓർഗനൈസേഷനിലേക്ക് വന്ന് ഓർഗനൈസേഷനിലെ ടീം വർക്കായിട്ട് ചെയ്യുന്ന കൂടാതെ അവർക്ക് അവരുടേതായ ഗോൾസും അതായത് അവർക്ക് നീഡ്സും പർപ്പസ് ഒക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കണം അല്ലെ. അവർ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അവരുടേതായ നീഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുമ്പോഴാണ് അവരും എന്ത് ചെയ്യുക, അവരും വളരെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മളെ ഓർഗനൈസേഷൻ വന്ന് വർക്ക് ചെയ്യാം. അപ്പൊ അവർക്ക് എന്തൊക്കെ നീഡ്സ് ആണ് ഉണ്ടാവുക, എന്തൊക്കെ നീഡ്സ് നമ്മൾ ഫിനാൻഷ്യൽ നീഡ്സ്, അപ്പൊ അവരുടെ എംപ്ലോയീസിന്റെ ഫിനാൻഷ്യൽ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് നല്ലൊരു സാലറി പാക്കേജ് ഒക്കെ കൊടുക്കുക അല്ലെ, കോമ്പറ്റീറ്റീവ് നല്ലൊരു സാലറി കൊടുക്കുക. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ബോണസ് പോലുള്ള കാര്യങ്ങൾ അല്ലെ, ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ബോണസ് കൊടുക്കുന്നില്ലേ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. അവർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതോറും അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലെ. സോഷ്യൽ നീഡ്സ് ഇതാണ് പറഞ്ഞത്, നമ്മൾ റെക്കഗ്നേഷൻ, എൻഷുറിങ് പിയർ റെക്കഗ്നേഷൻ ആൻഡ് റെസ്പെക്ട് അല്ലെ. അവർക്ക് എപ്പോഴും നമ്മൾ റെക്കഗ്നേഷനും റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. അവര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കും? റിവാർഡ് കൊടുക്കും അല്ലെ. റിവാർഡ് കൊടുക്കും, അവർക്ക് ബോണസ് കൊടുക്കും, ഗിഫ്റ്റ്സ് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവർ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഹയർ ലെവൽ നീഡ്സ് എന്താണ്? അതിൽ പറയുന്നത് ഓഫറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് അല്ലെ. അവർക്ക് അവരുടേതായിട്ട് കരിയർ ഡെവലപ്മെന്റ് നടത്താൻ ഒരു സ്പേസ് കൂടി, അതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രോത്ത് എന്ന് പറയുന്നത് അവിടെ നമ്മളെ ഓർഗനൈസേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയാം. അതുപോലെ ഒരു എംപ്ലോയിക്കും അത് തന്നെയാണ്. എംപ്ലോയിക്ക് അവരുടെ കഴിവ്, അവർക്ക് എത്രത്തോളം കഴിവുണ്ടോ ആ എഫേർട്ട് മുഴുവൻ പുറത്തെടുത്ത് അല്ലെ അവർക്ക് നമ്മളെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അവിടെ ഹയർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ മെയിൻ ആയിട്ടും എന്തൊക്കെയാണ് വരുന്നത്? ഇൻഡിവിജ്വലിന്റെ ഫിനാൻഷ്യൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, ഹയർ ലെവൽ നീഡ്സ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.